ലഹരി പരിശോധനയിലേക്ക് കൂടി വന്നാൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും എതിരെ ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 36 കേസുകളാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 191 കേസുകളും ആബ്കാരി ആക്ട് പ്രകാരം 31 കേസുകളും എടുത്തിട്ടുണ്ട്. ഈ ചെറിയ സമയത്തെ ഒരു ദിവസത്തേക്ക് കണക്കുകൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന അവസ്ഥയാണ് ഉള്ളതല്ലേ? ലക്ഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കൊച്ചി സിറ്റിയിൽ മാത്രമാണ്, അതായത് എറണാകുളം ജില്ല രണ്ടായി തിരിച്ചുകൊണ്ടാണ്, കൊച്ചി സിറ്റിയും അതുപോലെ തന്നെ റൂറൽ പരിധികൾ രണ്ടായി തിരിച്ചുകൊണ്ടാണ് പോലീസിന്റെ പ്രവർത്തനം നടക്കുന്നത്. അത് കൊച്ചി സിറ്റിയിൽ പരിധിയിൽ തന്നെ ഇത്രത്തോളം കേസുകൾ ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അത് പോലീസിന്റെ പരിശോധന കർശനമാക്കിയത് കൊണ്ട് തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കർശനമായ നിർദ്ദേശമുണ്ട് ഈ ലഹരി വ്യാപനം തടയാനുള്ള പരിശോധന കർശനമാക്കാൻ. അങ്ങനെയാണ് ഇന്നലെ മാത്രം മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ മാത്രം 36 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പമാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 191 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതുപോലെ തന്നെ അബ്കാരി ആക്ട് പ്രകാരം 31 കേസുകളും എടുത്തു. അത് പതിവിൽ കൂടുതൽ അല്ലെങ്കിൽ കയ്യിൽ വെക്കാൻ കഴിയുന്നതിൽ കൂടുതൽ മദ്യം കൈവശം മറ്റതടക്കമുള്ള വകുപ്പുകൾ അത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തവരടക്കമാണ് 31 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ ഇന്നലെ മാത്രം കൊച്ചി സിറ്റിയിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന കർശനമായി തുടരുകയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയും ഏതായാലും ഈ ഒറ്റ ദിവസത്തെ കണക്കുകൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കേരളം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ആണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന കണക്കുകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ